പപ്പുണ്ണി അവിടെ പോയി? എനിക്കറിയില്ല. അകത്ത് കയറി നോക്കണം. പപ്പുണ്ണിയില്ല. ശരി, പോവാ. എനിക്കൊരു സംശയം. എന്താണത്? നമ്മൾ റോട്ടിൽ നിന്ന് പറമ്പിലേക്ക് കയറിയപ്പോൾ ആ ചായപ്പിന്റെ അകത്ത് ഒരു വെളുത്തി കത്തുന്നുണ്ടായിരുന്നു. കഥ പിടിച്ച് പൊളിക്കണ്ട, തുറക്കാം. ഓ, മിസ്റ്റർ അച്യുതൻ നായർ. റെഡി വിത്ത് റൈഫിൾ. രക്ഷപ്പെടണമെന്നില്ല. ഞാൻ രക്ഷപ്പെടാൻ ശ്രമിക്കുന്നില്ല. നിങ്ങൾ അറസ്റ്റ് ചെയ്തിരിക്കും. ഞാൻ ഊണ് കഴിച്ച് തീർന്നില്ല. കൈയൊന്ന് കഴുകിക്കൊള്ളു. വേണ്ട, വേണ്ടി വന്നാൽ ലോകത്തിൽ നിന്ന് ഞങ്ങൾ നന്നായി കഴുകിത്തരാം. തെച്ചി കയ്യിൽ തന്നെ വിലങ്ങ് വെക്കണമെങ്കിൽ ആയിക്കൊള്ളൂ. പപ്പുണ്ണിയെ കിട്ടിയില്ലെങ്കിലും കിട്ടിയ പുള്ളി അതിലും ആവശ്യമുള്ളയാൾ. ഏലപ്പാറ ടിക്കറ്റല്ലേ എവിടെ ഇറങ്ങാം? ഡാൻവർ എസ്റ്റേറ്റിലേക്കുള്ള വഴി ഏതാ അറിയില്ലേ? ഡാൻവർ എസ്റ്റേറ്റ്. കൊള്ളാം സാറേ, സരസ്വതി മാത്തിനെയും അറിയും. നിങ്ങളെന്താ വല്ലാത്ത വീട്ടിൽ സംസാരിക്കുന്നത്? ഒന്നുമില്ല സാർ, സരസ്വതി മാത്യു ആ എസ്റ്റേറ്റിലെ മുതലാളിയാണെന്ന് പറയുകയായിരുന്നു. ആ റോട്ടിൽ കൂടി ഒരു 3 മൈൽ നടന്നാൽ മതി. ശരി. CID ആണെന്നാ തോന്നുന്നേ. അതാ എന്റെയും സംശയം. ഏത് CID ആയാലും ആ സ്ത്രീ ആരെയും കുപ്പിയിലിറക്കും. ഈ ഡാൻവർ എസ്റ്റേറ്റ് എവിടെയാ? ദേ ആ കാണുന്ന കുന്നിന്റെ ചെരുവില. ഇത് സരസ്വതി വിഹാറല്ലേ? അതെ 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 അതെ. സരസ്വതി മാത്യു ഉണ്ടോ? ഓ സാർ.
സാഹിബ് ഇവിടെ ഇരുന്നാട്ടെ, ഇവിടെ ഇട്ടിരുന്നാട്ടെ. കൊച്ചപ്പ ഇപ്പൊ വരും. എന്റെ കുഞ്ഞിനെ കൊന്നത് ഞാനല്ല, അവനെ കൊന്നത് ഞാനല്ല, അവനെ കൊന്നത് ഞാനല്ല, അവനെ കൊന്നത് ഞാനല്ല. ഭഗവാനെ, ചതിച്ചോ? ഇതാണോ സരസ്വതി മാത്യു? ശശി കൊച്ചമ്മ ഇപ്പൊ വരും. നേരത്തെ വന്ന പോലാണോ വരവ്? അപ്പൊ ഒരിക്കൽ വന്നോ? മിസ്റ്റർ ശങ്കരൻകുട്ടി അല്ലേ? അതെ. ഇന്റർവ്യൂവിന് 4 മണിക്ക് എത്തണമെന്നല്ലേ കത്തിൽ എഴുതിയിരുന്നത്? കൃത്യനിഷ്ഠ തീരെ ഇല്ലാത്തൊരു ബസ്സിലാണ് ഞാൻ ഇങ്ങോട്ട് വന്നതേ. വഴിനീളെ പണിമുടക്കിയാണ് ഏലപ്പാറ എത്തി. ഇരിക്കൂ. താങ്ക് യു. മുൻപ് എന്തായിരുന്നു നിങ്ങൾക്ക് ജോലി? മുൻപ് ജോലിയൊന്നും ഇല്ലായിരുന്നു. എന്തുവരെ പഠിച്ചിട്ടുണ്ട്? BA പാസ്സായിട്ടുണ്ട്. അപേക്ഷ എഴുതിയിരുന്നു. എസ്റ്റേറ്റുകളെ പറ്റി എന്തറിയാം? എസ്റ്റേറ്റുകളാണെന്നറിയാം, കൂടുതലായെന്ന് അറിയില്ല. വീട്ടിൽ ആരെല്ലാം ഉണ്ട്? അച്ഛൻ, അമ്മ, സഹോദരി. അവരെല്ലാം നിങ്ങളുടെ സംരക്ഷണയിലാണോ? ഞാൻ അവരുടെ സംരക്ഷണയിലാണ്. ജോസ്, ചായ കൊണ്ടുവരൂ. എനിക്കിപ്പോ ചായ വേണ്ട. കൊണ്ടുവരൂ. ശങ്കരൻകുട്ടിക്ക് എത്ര വയസ്സായി? 30. ഇത്രയും നാൾ ജോലിയില്ലാതെ എങ്ങനെ കഴിച്ചുകൂട്ടി? അതേപ്പറ്റി ഓർമ്മിച്ചില്ല. ഇപ്പോൾ ഓർമ്മിക്കാൻ കാരണം? ആ പരസ്യം കണ്ടുകൊണ്ട്. അതിനു മുമ്പ് പരസ്യമൊന്നും കണ്ടിട്ടില്ലേ? അപേക്ഷിക്കണമെന്ന് തോന്നിയ പരസ്യമൊന്നും കണ്ടില്ല.